ഹലോ, ഇവിടെ ഇവിടെ താഴെ താഴേന്ന് ഇവിടെ താഴെ താഴെ. ഹലോ, ഞാൻ കരുതി മോളിൽ നിന്ന് വിളിച്ചാണെന്ന്. മോളിൽ നിന്ന് വിളിച്ചാൽ താരം ഇവിടെ ഉണ്ടാവുമോ? ആ പറഞ്ഞോ, ഏതാ നമ്പർ ഉണ്ട്? ആ തിരുവനന്തപുരം കോഡെന്ന് പറയാമോ? തിരുവനന്തപുരം കോഡ് അതെ, 0471. 04 തിരുവനന്തപുരം വിളിക്കണ്ട്. അല്ല, ആലപ്പുഴ. ആലപ്പുഴയാണോ? ആലപ്പുഴയാണെങ്കിൽ 0477. 77 അല്ലേ? നമ്പർ പറ. കോട്ടയം ആവുമ്പോഴോ? കോട്ടയം 0481. നമ്പർ പറ. ഇപ്പോൾ ആലപ്പുഴ വേണം തിരുവ, പിന്നെ എറണാകുളം എന്ന് പറയോ? എറണാകുളം കോടം 0484. നമ്പർ പറ. മദ്രാസ്. മദ്രാസിലേക്കാണോ? എന്നാ അത് ആദ്യം പറയണ്ടേ. ലാസ്റ്റിലേക്ക് 044. പിന്നെ ദുബായ് വേണം. ദുബായിലേക്ക് വിളിക്കാം. 00971. ആ കോൾ ആദ്യം വിളിക്കാം. 00971. ബാക്കി നമ്പർ പറ. മതി. മതിയാ? വിളിക്കണല്ലേ? ആലപ്പുഴ ഓക്കെ. വിളിക്കാനില്ല. താൻ ഈ കോഡ് നമ്പർ ഓടിച്ചിട്ടോ? അല്ല, PSCയുടെ ഒരു ടെസ്റ്റ് ഉണ്ട്, അതിന് വേണ്ടിയിട്ട് വിളിച്ച് ചോദിച്ചാ. ആണല്ലേ? അതെ. തലക്കേ നമ്മൾ കൊടുക്കും. രാവിലെ തന്നെ ഫസ്റ്റ് കോൾ ഇവിടെ കൈനീട്ടം വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ അവന് കോഡ് ആയതിൻ്റെ PSC. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഒരു സ്റ്റേറ്റ്സിലേക്ക് ഒരു കോൾ വേണമായിരുന്നു. അമേരിക്ക? യെസ്. ISD ഉണ്ടല്ലോ അല്ലേ? ഉണ്ട് സാർ. ഓക്കെ. നമ്പർ എന്ന് പറയും. നമ്പർ 0091 43261. 43261. Yes. വിളിക്ക് സാർ. സാർ ചായ കാപ്പി എന്തെങ്കിലും? No mention. താങ്ക് യു. ചേട്ടാ, ഈ ആലപ്പുഴ 0477 അല്ലേ? എന്താണ്? 0477. ഒരു കാര്യം. എന്ത് ലോഗോ? സോറി സാർ. What kind of place is this? I can't bear it. Okay. Hello, I am Paul Thagar. Yes, can I get Mr. George? I am Paul Tharagan speaking. Wrong number. എന്താ സാർ നമ്പർ? ഒരു കാര്യം ചെയ്യൂ, ലാസ്റ്റ് 1 ആയിരുന്നില്ലേ? 43261 ആയിരുന്നില്ലേ? 1 മാറ്റിട്ട് 2 ആക്കും. 62 ആക്കും. ഓക്കെ. എന്ത് ടെലികോം ആണ് ഇവിടെ? കംപ്ലീറ്റ് റോങ് നമ്പർ. ഇല്ല സാർ, വേറെ കുഴപ്പമൊന്നുമില്ല. 43262. ഓക്കെ. ഹലോ, ഐ ആം പോൾ തറകൻ സ്പീക്കിംഗ്. ക്യാൻ ഐ ഗെറ്റ് മിസ്റ്റർ എബ്രഹാം? എനിക്ക് ആ ഷിപ്മെന്റ് കാര്യം ഒന്ന് സംസാരിക്കാനായിരുന്നു, എക്സ്പോർട്ടിങ്ങിന്റെ. റോങ് നമ്പർ. വീണ്ടും റോങ് നമ്പർ? യെസ്. സോറി സാർ. ഇവിടെ സാറ്റലൈറ്റ് വഴിയല്ലേ ടെലികോം? അതെ സാർ. വാട്ട് സിസ്റ്റം ഇസ് ദിസ്? ഐ കാൻ ബെയർ വിത്ത് ദിസ്. സാർ വീണ്ടും 43263 ആക്കൂ. 2 അല്ലേ ഇപ്പോൾ വിളിച്ചത്? 3 ആക്കൂ. 3 അല്ലേ? യെസ്. വിളിച്ചോളൂ. 0914326 3. ഹലോ കോൾ ചെയ്യല്ലേ? Hello, I am Paul Tharagan speaking. Can I get Mr. Abraham George? Yes, I want to deal some exporting qualities from here. Yes. Wrong number. Cut it, please. Wrong number. സാർ അത് അല്ല, പേയ്മെന്റ് ആരും പേടിക്കുന്നു വേണ്ട. ഒരു കാര്യം ചെയ്യൂ, 4 ആക്കി വിളിക്കൂ. 43264 ആക്കൂ. യെസ്. ദൈവമേ, എന്തൊരു പുലുമാനാണ്. ഒരു എന്ത് ടെലികോം ആണ്? ഇതാണ് ഞാൻ ഇന്ത്യയിൽ വരാത്തത്. സ്റ്റേറ്റ്സിലാണെങ്കിൽ ഇതിന്റെ പ്രശ്നമില്ല. ജസ്റ്റ് ഡയൽ, വി ഗെറ്റ് ദ പേഴ്സൺ. ഇവിടുത്തെ മൊബൈലാണെങ്കിൽ പിന്നെ പറയുക. യെസ്. ഇതിപ്പോ ശരിയാവും. ഹലോ, I am Paul Tharagan speaking. Can I get Mr. Abraham George? I want to deal with some exporting goods from here. Yes, for shipment. Oh shit, wrong number. സാർ അങ്ങനെ വരാൻ വഴിയില്ല സാർ. ഞാനത് ഇപ്പൊ നമുക്ക് നോ പ്രോബ്ലം. ബില്ല് എത്രയെന്ന് നോക്കും. അല്ല, നമുക്ക് 6 കുട്ടി വേണമെങ്കിൽ വിളിക്കാം. 6 കുട്ടി എന്നെ വിളിക്കേണ്ട ആവശ്യമില്ല. വേണ്ട, നിങ്ങളുടെ ടെലികോമിനോട് എനിക്ക് താല്പര്യമില്ല. എത്ര വേണ്ട, ഒന്നും വിളിക്കണ്ട. ബില്ല് എത്രയെന്ന് പറഞ്ഞാൽ മതി. സാർ അത് ഞാൻ ബില്ല് എത്രയെന്ന് നോക്കൂ. ടോട്ടൽ മൊത്തം 1200 രൂപ. അത്രേ ഉള്ളല്ലേ? ഓക്കെ. വേറെ കംപ്ലൈന്റ് ഒന്നും അങ്ങനെ കാണിക്കാത്തൊരു 1200 രൂപ. യു വിൽ അക്സെപ്റ്റ് ക്രെഡിറ്റ് കാർഡ്സ്? ക്രെഡിറ്റ് കാർഡ് എടുക്കൂ. എന്നുവെച്ചാ ക്രെഡിറ്റ് കാർഡ് ഇല്ല, കാർഡ് സിസ്റ്റം ഇല്ല. വിസ എടുക്കൂ. വിസ എന്ന് വെച്ചാൽ അല്ല, 1200 രൂപ മൊത്തം ഇവിടെ. അല്ല, പേഴ്സ് എടുക്കാൻ ഐ ഫോർഗോട്ട് ടു ടേക്ക് ദ പേഴ്സ്, ദാറ്റ്സ് വൈ. നിങ്ങൾ പാസ്പോർട്ട്സ് എടുക്കൂ. പാസ്പോർട്ടിൽ പൈസ ഇവിടെ, നമ്മളിവിടെ ഇപ്പോൾ ജോലിക്കാരനാണ്, നമുക്ക് പൈസ ബില്ലില്ല. ഓക്കെ, ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ എൻ്റെ സെർവൻറ്റിനെ വിളിക്കാം. സെർവൻറ്റ്. ഓക്കെ, 0091. സെർവൻറ്റ് വിളിക്കാം അല്ലേ? സെർവൻറ്റ് വിളിക്കണം. 71 43291. ഹലോ, പേഴ്സ് എടുക്കാൻ മറക്കണൊക്കെ സ്വാഭാവികമാണ്. കുഴപ്പമില്ല, എൻ്റെ സെർവൻറ്റ് ഒന്ന് സെർവ് ചെയ്തോ. കുഴപ്പമില്ല സാർ. നമ്പർ ഉണ്ട് സാർ. ഹലോ, ഇസ് ഇറ്റ് വാഷിംഗ്ടൺ വൈറ്റ് ഹൗസ്? എടാ ജോർജ് ബുഷ്,
നീ എവിടെയാണിത്? എടാ ഞാനാ സതീശൻ. നീ എവിടെയാണിത്? എടാ നീ ഒരു കാര്യം ചെയ്യും, 1500 രൂപ ഇടുവാ. ഞാനേ ആ ഫോണിന്റെ കാശ് കൊടുക്കാൻ ബൂത്തിൽ വന്നിരിക്കണത്, കാശ് കൊടുക്കാൻ മറന്നേന്ന്. ആ വേമ്പാട്ടാ. എടാ പുഷ, നീ ഇത് എവിടെയാണിത്? വേമ്പാ. ആ ഒരു ഫ്ലൈറ്റ് പിടിച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. ഫ്ലൈറ്റ് പിടിച്ചാ? ആ ഫ്ലൈറ്റ് അല്ലാണ്ട് വരാൻ പറ്റുമോ? അമേരിക്കന്ന്. ആർക്ക്? അമേരിക്കന്ന് വരില്ലേ? അമേരിക്ക. ആ ഇവിടുത്തെ കാശ് തരാൻ വേണ്ടിയാ? ഇങ്ങോട്ട് പോയാ മതി. ആ ഒരു $1200 ഇത് എന്താ? താൻ എന്താ വിചാരിച്ച് ഇവിടെ വന്നിട്ട് ബുഷിനെ കൊണ്ട് ഇവിടുത്തെ തനിക്ക് എന്തിന്റെ അസുഖം? ബില്ലായിട്ട് കാശ് എന്ത് കഷ്ടം! എന്ത് കഷ്ടം! ഇവിടെ കാശ് വന്നിട്ട് പോടോ, എന്നെ കളിയാക്കണ. എന്റെ ദൈവമേ, ഞാൻ മുതലാളി വരും എന്ത് പറയും ദൈവമേ. കോൾ വിളിച്ചു. ഈ നമ്പർ ഒന്ന് വിളിച്ചു. നമ്പർ പെട്ടെന്ന് വിളിക്കേ. ഹലോ, ആ ഗോപിയാടാ. അത് ഞാൻ പോണ എന്തിനാ അതില് അച്ഛൻ പോയടാ. രാവിലെ പോയി. വെളുപ്പിനായിരുന്നു. ഇന്നലെ കുഴപ്പമൊന്നുണ്ടായിരുന്നു. ഇന്നലെ രാത്രി ഊണൊക്കെ കഴിച്ച് ഇന്നലെ ഇതൊക്കെ കണ്ട് ഞങ്ങൾ നന്നായിട്ട് ഊണൊക്കെ കഴിച്ച് സാമ്പാറൊക്കെ കൂട്ടി പപ്പടമൊക്കെ കൂട്ടി ഊണ് കഴിച്ചിട്ടേ പുള്ളി കോമഡി പ്രോഗ്രാമൊക്കെ കണ്ട് വല്ലാണ്ട് ചിരിച്ചു. ചിരിച്ചിട്ട് പിന്നെ അങ്ങനെ കിടന്നതാണ്. ഇല്ല വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല, ഒന്നും പറഞ്ഞൊന്നുമില്ല. എന്നിട്ട് കിടന്നു കഴിഞ്ഞ് കുറച്ച് ചിലപ്പോൾ 3 മണിയായപ്പോൾ എന്നെ വിളിച്ചിട്ട് 3 മണിക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ലീലയെ കാണണമെന്ന് പറഞ്ഞു. ലീല കാണണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ലീല കാണണേ, ഇപ്പൊ ലീല കാണണ എന്തിനാണ്? 3 മണിക്ക് ലീല കാണണ എന്തിനാണെന്ന് ചോദിച്ചു. അച്ഛൻ നാളെ രാവിലെ കാണിച്ചാൽ പോരെ. ഇല്ല എനിക്ക് ഇപ്പൊ തന്നെ കാണുന്നു പറഞ്ഞിട്ട് പുള്ളിയാർ വാച്ച് പിടിച്ചപ്പോ ഞാൻ എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ച് ഞാൻ വെച്ച് കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിച്ചിട്ട് ഇല്ല വന്ന്. അത് കഴിഞ്ഞപ്പോഴോ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ മരിച്ചത്. ഒരുപാട് കാര്യങ്ങളിലായിരുന്നില്ല. ഓണമൊക്കെ അടിപൊളിയാക്കാന്നൊക്കെ പറഞ്ഞിരിക്കായിരുന്നു അച്ഛനെ. അപ്പൊ അവിടെ ഇല്ല കുഴപ്പമില്ല, ആംബുലൻസ് വരും, രാവിലെ വരും. പെണ്ണുങ്ങളൊന്നും പറയണ്ടോ? പെണ്ണുങ്ങളെന്ന് പറഞ്ഞൊക്കെ ഞാൻ കൂടെ എല്ലാവരും കൂട്ടക്കട്ടിലായിട്ട് പ്രശ്നമാവും. രാവിലെ ഒരു ആംബുലൻസ് എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആ മടക്കുവശത്ത് ആ മാവ് തന്നെ നോക്കി വെച്ചാൽ മതി. ഞാൻ ആരോട് പറഞ്ഞിട്ട് ഞാൻ കിട്ടേ 2 ശരിയാണ്. ഓർമ്മിച്ചിട്ടത് ആലപ്പുഴക്കോട് മാറിയിട്ടൊന്നുമില്ലോണ്ടോ? എന്റെ വീടിനെ തീ പിടിച്ചേക്കാം. ആദ്യം എടുത്തു പോയല്ല. എന്റെ വീടിനെ തീ പിടിച്ചേക്കാണെന്ന് ഫയർഫോഴ്സിന് വിളിക്കാനാണ്. എന്റെ സ്റ്റുഡന്റ് ഉണ്ടല്ലോ. അല്ല ചേട്ടാ പെട്ടെന്ന് വിളിക്കട്ടെ പ്ലീസ്. എന്തിനാ? അല്ല ഞാൻ മിമിക്രി സ്റ്റുഡന്റ് സ്ഥാപനമായിട്ടിരിക്കല്ലേ, മത്സരത്തിന് കയറിയാണ്. ഒരു മിനിറ്റ് ചേട്ടാ പെട്ടെന്ന് വിളിക്കട്ടെ ചേട്ടാ. ഇപ്പൊ തരാം. പെട്ടെന്ന് ഞാൻ വിളിച്ചേട്ടൻ ഇപ്പൊ തരാന്ന്. എന്തായാലും അവൻ മൊബൈൽ ഉണ്ട് ഇപ്പൊ കഴിയും. ഹലോ സുരേഷേ ചേട്ടാ എന്താണ് മൊബൈൽ നീ ഓഫ് ചെയ്ത് എന്ത് ചെസ്റ്റ് നമ്പർ കിട്ടിയാ? ചേട്ടാ കിട്ടിയാ? ചേട്ടാ എത്രയാണ്? ഒന്ന് വേഗം പറയട്ടെ. അതെ ഒന്ന് എഴുതിയെടുത്തോട്ടെ ചെസ്റ്റ് നമ്പർ. ഒരു മിനിറ്റ് തരാം. ആ ചെസ്റ്റ് നമ്പർ 501 അല്ലേ? 501 എഴുതിക്കോ. 304 എഴുതിക്കോ. പെട്ടെന്ന് 501 304 എഴുതിയാ? അത് ഇവിടെ ആയിട്ട് കുത്തണം കേട്ടാ. അതെ ഇവിടെ ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ കുത്തി ഇടണം. ഇയാള് ചേട്ടാ ഒരു മിനിറ്റ് തരാം. പിന്നെ എത്ര ജഡ്ജ് ഉണ്ട്? 3 3 ഇതൊക്കെ അവരുടെ അടുത്ത് നോക്കി ഒരു ഭവ്യത. ഇത് ഇങ്ങനെ കൈ പിടിച്ച് ഇതണ്ട ഇങ്ങനെ കൂപ്പണം കേട്ടാ. ഇങ്ങനെ കൂപ്പി പിടിക്കണം. മാന്യസദസ്സിന് വന്ദനം. ഇങ്ങനെ കൂപ്പി പിടിച്ചിട്ട് ഒരു മിനിറ്റ് ഇങ്ങനെ കൂപ്പി പിടിച്ച് കട്ടി. അല്ല ഇവിടെ വെക്കേ. മാന്യ സദസ്സിന് വന്ദനം. ചേട്ടാ പറഞ്ഞതിന് ശേഷം ഓക്കേടാ വിളിക്കണോട്ടാ. പിന്നെ നമ്മളുടെ മ്യൂസിക് ഉണ്ടല്ലോ മറ്റേ ആദ്യത്തെ ഒന്ന് കട്ടിയാലേ. ഒരു മിനിറ്റ്
ആ മ്യൂസിക് വായിക്കാം. ചേട്ടാ പ്ലീസ് ചേട്ടാ പ്ലീസ് കാല് പിടിക്കടാ പ്ലീസ് ഒന്ന് കട്ടി. ഒച്ചപ്പാടിനൊക്കെ എന്താ ബൂത്തിൽ എന്താണ് അത് ചെയ്യണം, അത് ചെയ്യണം. പിന്നെ ആയിക്കോട്ടെ ഇപ്പൊ കഴിയും. ഓക്കെ എന്നാ മത്സരം കഴിയാ അപ്പൊ തന്നെ വിളിച്ചോളൂ. ഓക്കെ കട്ട് ചെയ്യാം. ഓക്കെ കട്ട് ചെയ്തോ വിളിച്ചോ. എടാ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഭൂമി കത്തിച്ചൊലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗോളമായിരുന്നെന്ന്. ചേട്ടാ എന്റെ വീട് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിടണം. പൊട്ടിത്തെറിച്ച് ചിന്ന ഭിന്നമായി. എന്താ മിമിക്രി ക്ലാസ്? ചിന്ന ഭിന്നായി. ചിന്ന ഭിന്നമായിട്ട് പക്ഷിമൃഗാദികള്. ചേട്ടോ ഒരു മിനിറ്റ് ചേട്ടാ. അങ്ങനെ എഴുതിയെടുക്ക്. കട്ട് ചെയ്യട്ടെ പ്ലീസ്. അങ്ങനെ എഴുതെടുത്ത് അതട്ടാ അത് ചെയ്യണം. പിന്നെ പട്ടി അത് 3 കുറെ മതി. പിന്നെ പൂച്ച എഴുതെടുത്തേ. പിന്നെ മോഹൻലാൽ അത് പറഞ്ഞില്ല. അങ്ങനെ തിരിയണം. മോഹൻലാൽ ഒരു 90 ഡിഗ്രി സെന്റിഗ്രേഡ് ഇങ്ങനെ തിരി ഇങ്ങനെ ഈ ഇതുള്ള ഇങ്ങനെ കിടക്കണം. ഇങ്ങനെ നടന്നിട്ട് തിരിഞ്ഞേച്ച് സവാള അരി ഇങ്ങനെ പിടി. സവാള അരി ഇവിടെ സവാള അരി അല്ലെന്ന് സവാള അരി. ചേട്ടാ ഒന്ന് കട്ട് ചെയ്യണം പ്ലീസ് ചേട്ടാ. അത് പറഞ്ഞിട്ട് പിന്നെ അതിനെടുത്തിരാവുന്ന മമ്മൂട്ടി അത് അത് പിന്നെ ഇതിൽ വേടാ പരിഹസിക്കരുത്. ആ സാധനം അത്രയും പറ ദിലീപ്. ഓക്കെ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസിന് ലാസ്റ്റ് ഫിനിഷിംഗ് വിളിച്ചോ ധൈര്യം വിളിച്ചോ. കേട്ടാ ഓക്കെ വിളിച്ചോ 4:50 കേട്ടോ. പോലെട്ടോ പോകല്ലേ 4:50 കേട്ടോ. ഹലോ എടാ സുരേഷേടാ. എടാ നാളെ ഫ്രീ ആണോ നീ? ഫ്രീ ആണെങ്കിൽ നാളെ നീ ആ ലോറിയായിട്ട് എൻ്റെ വീടിൽ നിന്ന് സാലറിയില്ലേ? എൻ്റെ വീടിൽ നിന്നേ ഒരു 5 ലോഡ് ചാരം കിടപ്പുണ്ട്, വന്നെടുത്തിട്ട് പോക്കോട്ടോ. ഓക്കെ ചാരത്തിനൊക്കെ പഴയ മാർക്കറ്റ് ഉണ്ടോ അങ്ങനെ?